إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവ്വനിയന്താവുമായ റഹ്മാനായ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിഥിയായി നമ്മളിലേക്ക് വന്നളഞ്ഞ പരിശുദ്ധ റമളാൻ വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവസാനം നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കണട്ടോ, പെട്ടെന്നായതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണട്ടോ, ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റിയതുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സമൃദ്ധിയോടെ സൽക്കരിച്ചാലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ ഇല്ലാതാക്കാനും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, ക്ഷമാപണമുണ്ട്. സത്യത്തിൽ വിശ്വാസിയുടെ ഈ അവസരം, ഈ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയമാണ്. അല്ലാഹുവേ, നിന്റെ ഏറ്റവും വലിയ സുവർണാവസരം, നിന്റെ അതിഥി റമളാൻ നമ്മളിലേക്ക് എത്തി. ഇതാ വിട പറയാൻ ഒരുങ്ങി നിൽക്കുമ്പോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, അതിലെ പോരായ്മകൾ നീ പരിഹരിക്കണമേ. ന്യൂനതകൾക്ക് പകരം കൂടുതൽ നന്മ ചെയ്യാനും അതിനെ മറികടക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി നൽകണമേ എന്നുള്ള തേട്ടവും ആഗ്രഹവുമാണ് വിശ്വാസി മനസ്സുകളിൽ ഇപ്പോൾ ഉണ്ടാവേണ്ടത് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കാനും അവസാനിക്കുന്ന ഈ മണിക്കൂറുകളിൽ കൂടുതൽ ജാഗ്രതയോടെ ഉണർന്നു പ്രവർത്തിക്കാനും വിശ്വാസികൾക്ക് സാധിക്കണം എന്നാണ്. കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു? രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യവും പവിത്രതയും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടറിഞ്ഞിട്ടും എത്ര കണ്ട് പെർഫെക്റ്റ് ആയി നിർവഹിക്കുവാൻ എനിക്ക് സാധിച്ചു? ഖുർആൻ പാരായണത്തിന്റെ പഠനത്തിന്റെ പ്രാധാന്യം കൃത്യമായി വിശദീകരിച്ചും അറിഞ്ഞും പഠിച്ചും നമുക്ക് എത്രത്തോളം ഖുർആനിനെ അടുത്തറിയാൻ, നമ്മളിലേക്ക് ഖുർആനിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു? ചോദിക്കേണ്ട ചോദ്യമാണ്, ആലോചിക്കേണ്ട അവസരവുമാണ്. ദാനധർമ്മത്തിന്റെ പവിത്രതയും പ്രാധാന്യവും അതിന് നൽകേണ്ടതിന്റെ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും അത് നമ്മുടെ സ്വർഗം നിയന്ത്രിക്കുന്നു, സ്വർഗം നിർണയിക്കുന്നു എന്നൊക്കെ പഠിച്ചപ്പോൾ എത്ര കണ്ട് എനിക്ക് എന്റെ ദാനധർമ്മത്തിൽ മത്സരിക്കുവാൻ സാധിച്ചു? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ നിയ്യത്ത്, ഉദ്ദേശശുദ്ധി വളരെ കൃത്യമായിരിക്കണം, സുതാര്യമായിരിക്കണം എന്ന് പഠിച്ചപ്പോൾ
എന്റെ നീയത്തിൽ കോട്ടം തട്ടാതെ മങ്ങലേൽക്കാതെ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിരുന്നോ എന്റെ അമലുകൾ? ആത്മാർത്ഥമായിരുന്നോ എന്റെ അമലുകൾ? ആദ്യ ദിവസങ്ങളിൽ നല്ല ചൂടുണ്ടായിരുന്നു, ഇടമഴ ലഭിച്ചു, വലിയ പ്രയാസമില്ലാതെയായി. ആദ്യ ദിവസങ്ങളിൽ അത്ര ചൂട് ഇപ്പോ ഇല്ല. എന്നാൽ ആദ്യ ദിവസങ്ങളിലെ ചൂടിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നോമ്പിൽ നമ്മൾ നിർവഹിക്കുന്ന ത്യാഗത്തിന്റെ ആ ഒരു പവിത്രതയെ കുറക്കുവാൻ നമ്മുടെ സംസാരങ്ങൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അല്ലെ, എന്തൊരു ചൂടാണല്ലേ, നോമ്പൊക്കെ അത്യാവശ്യം റിസ്ക് തന്നെയാണല്ലേ എന്നൊക്കെ പറയാൻ അല്ലെ, നമ്മുടെ ഇബാദത്തിനെ, നമ്മുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത ബാധിച്ചിട്ടുണ്ടോ എന്ന് കൂടെ ആലോചിച്ചു നോക്കുക. ഇഅ്തികാഫ് പ്രാധാന്യം അറിയാഞ്ഞിട്ടല്ല, ഇഷ്ടംപോലെ ക്ലാസുകൾ അല്ലെ, റമദാനിൽ കാര്യമായി നമുക്ക് കുറെ ക്ലാസുകൾ കിട്ടിയിട്ടുണ്ട്. ചില പള്ളികളിലൊക്കെ സുബഹിന് ശേഷം ക്ലാസുകളുണ്ട്. ഇഫ്താറിന് വിളിക്കുമ്പോൾ ഇഫ്താറിന് തൊട്ട് മുൻപ് ക്ലാസുകളുണ്ട്. ജുമാ ഖുതുബകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടൊന്നും വരുന്നില്ല, കാരണം ഭക്ഷണമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, സമയത്തെത്തി അത് കേൾക്കാൻ തയ്യാറായി നേരത്തെ എത്തുന്നുണ്ട്. അതുപോലെ തറാവീഹിന് ശേഷവും 4 റക്അത്ത് കഴിഞ്ഞാലും ഒക്കെ ചില പള്ളികളിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ക്ലാസുകളുടെ കുറവ് നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ എഴുത്തിക്കാഫിനെ പറ്റി ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ അതിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞവരാണ്. എന്നിട്ട് എത്ര ദിവസം എത്ര രാത്രികൾ, എത്ര മണിക്കൂറുകൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു അവസരം കൂടെയല്ലേ ഇത് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും ഉത്തരം കിട്ടും. ഈ റമദാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, അതല്ല എനിക്ക് നഷ്ടമായിട്ടുണ്ടോ ഇല്ലേ. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ദിവസം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ പല ആളുകളും കാത്തു നിൽക്കുകയാണ്. എത്ര പെട്ടെന്നാണല്ലേ ഇത് തീർന്നത്, ഉദ്ദേശിച്ച പോലെയൊന്നും പ്രവർത്തിക്കാൻ ആയില്ലടാ. എനിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, കുറെ ചെയ്യണം, കുറെ കൊടുക്കണം, കുറെ നിൽക്കണം, കുറെ നിസ്കരിക്കണം, കുറെ പഠിക്കണം, കുറെ ഓതണം, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന ഖേദത്തോടെ സങ്കട പ്രകടനം നടത്തുന്ന, അത് എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളാണ് ഹതഭാഗ്യവാന്മാർ. അള്ളാഹു അത്തരക്കാൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആവോളം അധ്വാനിക്കുക, അതെല്ലാം സ്വീകരിക്കാൻ നന്നായി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം. മഹത്തായ വിജയം കൈവരിച്ചവർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നവർ അവരെ പറ്റിയാണ്. സമയത്തെ, കർമ്മത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നിർവഹിച്ചവർ. വിചാരണ ദിവസം നമ്മളോട് പറയപ്പെടും എന്താണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇഖ്റ കിതാബക്, നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കടാ. കഫാ ബിനഫ്സികൽ യൗം അലൈക ഹസീബാ, നിനക്ക് ഇന്ന് കണക്ക് നോക്കാൻ നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഗ്രന്ഥം തന്നെ ധാരാളമാണ്. നിന്റെ കർമ്മ പുസ്തകമാണിത്, ഇത് നീ ഒന്ന് വായിച്ചു നോക്ക്. ഇന്ന് നിനക്കിത് മതി എന്ന് അള്ളാഹു പറയുന്ന ഒരു സമയമുണ്ട് എന്നാണ്. അന്ന് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ കൊടുത്ത 500ഉം 1000ഉം ആ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെട്ട് കിടപ്പുണ്ടാകും. നമ്മുടെ വീടുകളിൽ കൈകൾ നീട്ടിയും റസീപ്റ്റ് പുസ്തകങ്ങൾ നീട്ടിയും വന്നവർക്ക് നേരെ കൊഞ്ഞനം കുത്തിയവരും കളിയാക്കിയവരും പരിഹസിച്ചവരും ഇകഴ്ത്തിയവരും നിസാരവൽക്കരിച്ചവരും കൊടുക്കാതിരുന്നവരുമാണെങ്കിൽ അതും അപ്പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഖുർആനിനെ അവഗണിച്ചവർ, റബ്ബിന്റെ കൽപ്പനകളെ നിഷേധിച്ചവർ എന്ന ഭാഗത്ത് കർമ്മപുസ്തകത്തിൽ നന്മയും തിന്മയും ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് അതും കാണാം, കൊടുത്തത് ഇപ്പുറത്തും കാണാം. ദിക്റുകൾ ചൊല്ലി നാവിനെ നനവുള്ളതാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ പ്രത്യേകമായി ഇതാ നന്മയുടെ ഭാഗത്ത് രേഖപ്പെട്ട് കിടപ്പുണ്ടാവുന്നതാണ്. നമ്മൾ ഓതിയ ആയത്തുകൾ അല്ല, ആ ആയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അക്ഷരത്തിന്റെ തോതനുസരിച്ച് അള്ളാഹു മതിയായി കണക്ക് നോക്കുന്നവനാണ്. ഒരു ഹർഫിന് റമദാനിന്റെ പവിത്രതയും പ്രാധാന്യവും പ്രതിഫലത്തിന്റെ ഇരട്ടി 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 തോതനുസരിച്ച് അള്ളാഹു നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തുമെന്നാണ്. അങ്ങനെ എന്തെല്ലാം
എന്തെല്ലാം കാല് കഴഞ്ഞിട്ടും അല്ലേ, ശരീരം കുഴഞ്ഞിട്ടും നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചത് കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുമെന്നാണ്. ആരാധനകളെ പുച്ഛിച്ചുകൊണ്ട് അന്തിയുറക്കത്തിന്റെ മയക്കത്തിന്റെ ആസ്വാദനങ്ങളിൽ അഭിരമിച്ചവന് ഇതാ ഇപ്പുറത്ത് റമദാനിനെ കളിയാക്കിയവൻ, റമദാനിനെ ഉപയോഗിക്കാത്തവൻ, റമദാൻ വന്നിട്ടും പശ്ചാത്താപം സ്വീകരിക്കാൻ കഴിയാത്തവൻ, പ്രവാചകൻ എതിരെ പ്രാർത്ഥിച്ച ഹതഭാഗ്യരിൽ ഇതാ ആ കർമ്മ പുസ്തകത്തിൽ അതും രേഖപ്പെട്ട് കിടപ്പുണ്ടാവുന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പാണ്. അതുകൊണ്ടാ വായിക്കടാ, ഇന്ന് കണക്ക് നോക്കാൻ നിനക്ക് നിന്റെ ഈ ഗ്രന്ഥം തന്നെ ധാരാളം മതി എന്ന് അള്ളാഹു എടുത്തു പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ, അന്ന് ആ പുസ്തകം നമ്മൾ വായിക്കാൻ നിൽക്കുകയാണല്ലോ. അങ്ങനെയാകുമ്പോൾ എന്റെ നന്മയുടെ ഭാഗത്ത് ഖനം കൂട്ടുവാൻ, കനപ്പെട്ട അമലുകളാൽ നിറക്കുവാൻ വിശ്വാസികൾ ബുദ്ധിയുള്ളവരായി നമുക്ക് സാധിക്കണം. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം സൂറത്തുൽ ഹശറിന്റെ 18-19 വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങളിൽ ഓരോരുത്തരും, ഓരോ ആത്മാവും അവൻ വിചാരിച്ചു കൊള്ളട്ടെ, എന്താണ് ഞാൻ നാളേക്ക് വേണ്ടി എന്തൊക്കെയാണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് എന്റെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന 2 പെൺമക്കളെ ഓർത്തും 2 ആൺമക്കളെ ഓർത്തും ഞാൻ നാളേക്ക് കുറെ ഒരുക്കൂട്ടുന്നുണ്ട്. എന്റെ ശമ്പളം വരുമ്പോൾ ഒരു നിശ്ചിത തുക പ്രത്യേകമായ മറ്റൊരു അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. എന്തിനറിയോ? അത് ഒരു പവനത്തിന്റെ പൈസ ആവുമ്പോ കോയിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കെട്ടിച്ചു വിടുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ സമ്പാദ്യമാണ്. ഇതാ ഇവൻ +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഒരു കോഴ്സ് എടുത്ത് അവനെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ചെലവുണ്ടാകും എന്നുള്ള ഉറപ്പിന്റെ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുക നമ്മളൊക്കെ മാറ്റിവെക്കുന്നുണ്ട്, അല്ലെ? അതും ദുനിയാവിലെ നാളേക്ക് വേണ്ടിയുള്ള ഒരു നീക്കിയിരിപ്പാണ്. ഇതല്ല, ദുനിയാവിന്റെ അപ്പുറത്തൊരു നാളെയുണ്ട്. ആ നാളേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നീക്കിയിരിപ്പ് എന്ന് ആലോചിക്കണം എന്ന് മുന്നേ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. വത്തഖുല്ലാഹ്, അല്ലേ? ആദ്യവും ഒരു വത്തഖുല്ലാഹ്, അവസാനവും ഒരു വത്തഖുല്ലാഹ്. സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനാണ്. മിഖ്ബർ, മൈക്രോസ്കോപ്പിന് അറബിയിൽ പറയുന്ന പേരാണ് മിഖ്ബർ. കണ്ണുകൾ കൊണ്ട് കാണാത്തത് മൈക്രോസ്കോപ്പിലൂടെ കാണുമെന്നാണ്. എന്റെ കൈകളിൽ ബാക്ടീരിയകളോ വൈറസോ ഫംഗസോ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയൂല. പക്ഷെ മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ എനിക്ക് കണ്ണുകൾ കൊണ്ട് കാണാത്തത് കാണും. ഖബീറുൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങൾ കാണാത്തത് അല്ലാഹ് കാണും, നമ്മൾ കാണാത്ത രൂപത്തിൽ അല്ലാഹ് കാണും. നമ്മുടെ മനസ്സിന്റെ തേട്ടം പോലും, ഹൃദയത്തിന്റെ മന്ത്രം പോലും മനസ്സിലാക്കുന്ന റബ്ബ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, നന്മ ചെയ്താൽ അതും കാണാം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു, തിന്മയാണ് അണുമണി തൂക്കം ചെയ്തത് എന്നുണ്ടെങ്കിൽ അതും കാണാൻ കഴിയുന്ന ലോകം. അതുകൊണ്ട് അല്ലാഹു അങ്ങനെ നോക്കും, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അങ്ങനെ അറിയും. അടുത്ത ആയത്തിൽ പറയാം, വലാ തകൂനു കല്ലദീന നസുല്ലാഹ, അല്ലാഹുവിനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുതേ. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറന്നു കളയുന്നത്. അല്ലാഹുവിനെ മറക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരെത്ര തെമ്മാടികൾ, അവരെത്ര തെമ്മാടികൾ. ഖുർആനിന്റെ അധിക്ഷേപമാണ്. അതുകൊണ്ട് റബ്ബിനെ മറക്കാൻ നിൽക്കരുതേ എന്ന് പറയാൻ. പരലോകത്തെ വിചാരണ എളുപ്പമാക്കാൻ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. നമ്മളും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. റബ്ബേ, അല്ലാഹുവേ, എന്റെ വിചാരണ നീ എളുപ്പമുള്ളതാക്കി മാറ്റേണമേ. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ എന്ന വലിയ അവസരം,
നന്മകളാൽ സമ്പന്നമാക്കാനുള്ള വലിയ അവസരം അത് കിട്ടിയ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ഒരു സെൽഫ് അനാലിസിസിന്റെ സമയമാണിത്. നമ്മൾ അതിന് സമയം കണ്ടെത്തുക. അങ്ങനെ നന്മ ചെയ്തു മത്സരിച്ചവരാണ് പരലോകത്തും മുൻകടന്നവരെന്ന് നമുക്കറിയാം. അവരാണ് റബ്ബിന്റെ സാമീപ്യം സിദ്ധിച്ചവർ, അള്ളാന്റെ ആളുകൾ അവരാണെന്നറിയാം. ഫീ ജന്നാത്തിൻ നഈം, അവരാണ്, അവർക്കുള്ളതാണ് സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗീയ തോപ്പുകൾ എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി നന്മകൾ സമ്പന്നമല്ലേ എന്ന് ഒരിക്കൽ കൂടെ ഒരു ഉൾചോദ്യം, നമ്മോടുള്ള ഒരു ചോദ്യം, അല്ലെ, നഫ്സിനോടുള്ള ഒരു ചോദ്യം നമുക്ക് ഇടക്കിടക്ക് ആവശ്യമാണ്. ഇനിയോ റമദാൻ കഴിഞ്ഞാലും ആ നന്മകൾ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ്. പലർക്കും പരാജയം സംഭവിക്കുന്ന അവിടെയാണ്, അല്ലെ. റമദാൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കുറെ ചെയ്തു കൂട്ടും, പക്ഷെ റമദാൻ കഴിയുന്നതോടുകൂടി അതൊക്കെ അവിടെ ഇങ്ങനെ ഉപേക്ഷിക്കും. നമുക്കത് നിലനിർത്താൻ കഴിയണം. ഇപ്പൊ തറാവീഹ്, അല്ലെ, കഴിഞ്ഞാൽ അത് ഇശാഇന്റെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ഉറങ്ങിയെഴുന്നേൽക്കൂല, തഹജ്ജുദായിട്ട് നിർവഹിക്കൂല എന്ന് ഉറപ്പാണെങ്കിൽ, അല്ലെ, ഒരിക്കലും എണീക്കൂല തോന്നുകയാണെങ്കിൽ ഒരു റക്അത്തെങ്കിലും മിനിമം, അല്ലെങ്കിൽ 3, നമ്മളാൽ കഴിയുന്ന 5ഓ 7ഓ 11ന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒറ്റയിട്ട രൂപത്തിൽ ഒരു വിത്തറായിട്ട് നിസ്കരിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ റമദാൻ കൊണ്ട് നേടിയത് നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്, അല്ലെ. ദാനധർമ്മങ്ങളിലുള്ള മത്സരം, ദാനധർമ്മങ്ങളിൽ കൊടുക്കല്ല, ദാനധർമ്മങ്ങളിലുള്ള മത്സരം പിന്നെയും നിർവഹിക്കാൻ കഴിയണം. എന്റെ വീട്ടിലേക്ക് ഒരു റെസീറ്റ് ബുക്ക് എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാനിങ്ങനെ നോക്കുകയാണ്, ഇന്ന ഹാജി 500, മറ്റേ ഹാജി 500, അപ്പുറത്തെ ഹാജിയും 500, ഹാജിയന്മാരൊക്കെ 500, ഇന്ന് എന്റെ 200 എഴുതിക്കടാ. ഇങ്ങനെയാണ് നമ്മൾ മത്സരിക്കണം. അല്ല, ഹാജിയന്മാർ 500 ആണെങ്കിൽ അവരോടുള്ള എന്റെ മത്സരം അതിനേക്കാൾ കൊടുത്തുകൊണ്ടായിരിക്കണം. അവര് 3 ഹാജിയന്മാർ 500 തന്നിട്ടുള്ളൂ, ഞാൻ 1000 തരാം. ഇതാണ് നന്മയിലുള്ള കിടമത്സരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമാണ്, അല്ലേ. എത്രയും ചെയ്താൽ മതി വരാത്ത, അതിനേക്കാൾ മികവുറ്റതാക്കാനുള്ള മത്സരത്തിൽ നമ്മൾ നിർബാധം തുടരുക, ഓട്ടം തുടരുക തന്നെ വേണം. അതാണ് റമദാനിന്റെ ചൈതന്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൽ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിൽ, സമയം അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ, ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടൊക്കെ വന്നിരുന്നവരുണ്ട്. അങ്ങനെ തന്നെ, അല്ലേ, സമയം നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന ഒന്ന്. സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തി അങ്ങനെയുള്ള മജ്ലിസുകളിൽ സകുടുംബം, അല്ലേ, ഇഫ്താറിന് കുടുംബസമേതം വന്നതുപോലെ, ഇഫ്താർ ഒന്നുമില്ലെങ്കിലും ഇനി ഭക്ഷണമില്ലെങ്കിലും കുടുംബസമേതം അത്തരത്തിലുള്ള മജ്ലിസുകളിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതാണ് റമദാനിന്റെ ചൈതന്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. നമ്മൾ വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെയാണ് നോമ്പ് നോറ്റ ഒരാൾ സംസാരിക്കുന്നത്, പെരുമാറുന്നത്. കളിയാക്കാനുള്ള വാക്കുകൾ വായിൽ കിട്ടാഞ്ഞിട്ടല്ല, അതിങ്ങനെ വിഴുങ്ങാണ്. കാരണം വേണ്ട, എന്റെ നോമ്പിനെ ബാധിക്കും, നോമ്പ് കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തെ ബാധിക്കും, എന്റെ സ്വർഗത്തെ ബാധിക്കും എന്നോർത്തുകൊണ്ട് ആ കളിയാക്കലുകളിൽ നിന്നും, വിഴുപ്പലക്കകളിൽ നിന്നും, അതുപോലെ തന്നെ ചീത്ത സംസാരങ്ങളിൽ നിന്നും, അബദ്ധസഞ്ചാരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് തടസ്സമുണ്ടാകരുത്. അസ്സോമു ജുന്നത്തുൻ, അത് റമദാനിൽ മാത്രമല്ല പരിചയായി വർത്തിക്കേണ്ടത്, റമദാനിനപ്പുറത്തേക്കും എന്റെ വിശ്വാസവും ഈമാനും പരിചയായി നിലനിൽക്കണം എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ, വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. അല്ലേ, മദീന, ഒരു മദീനയിലെ പെണ്ണിനെ ഉദ്ദേശിച്ചുകൊണ്ട്, വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. ഒരു ഭ്രാന്തി പെണ്ണ്, എന്താ പരിപാടി? നേരം വെളുത്തത് മുതൽ ഇഴപിരിച്ചുകൊണ്ട് ഇങ്ങനെ കയറുകൾ, ഇഴ ചേർത്തുകൊണ്ട് കയറുകൾ, ബലിഷ്ഠമായ കയറുകൾ ഉണ്ടാക്കും, ബലിഷ്ഠമായ കയറുകൾ ഉണ്ടാക്കും. വൈകുന്നേരമാകുന്ന സമയത്ത് ഇഴ പിരിച്ചുണ്ടാക്കിയ, ഇഴ ചേർത്തുണ്ടാക്കിയ ബലിഷ്ഠമായ കയറുകൾ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ പിരിക്കാൻ തുടങ്ങും, വേർപെടുത്താൻ തുടങ്ങും, അല്ലേ. ഒരു ദിവസം അധ്വാനിച്ച് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ആ നാരുകളെ ആക്കി മാറ്റുന്നതാണ്.
ഇങ്ങനെ ചില റമദാനിനെ ഉപയോഗപ്പെടുത്തിയവരുണ്ട്. ബലിഷ്ഠമായ നമസ്കാരം കൊണ്ടും അതുപോലെ തന്നെ നോമ്പ് കൊണ്ടും ശ്രദ്ധ കൊണ്ടും ജാഗ്രത കൊണ്ടും ദാനധർമ്മം കൊണ്ടും നല്ല ഇഴപിരിച്ച് ചേർത്ത് നാരുകൾ ചേർത്ത് ബലിഷ്ഠമായ കയറുണ്ടാക്കി നമ്മുടെ കൈകളിൽ ആ ബലിഷ്ഠമായ വടങ്ങൾ കയറുകളാണ് ഇപ്പോഴുള്ളത്. ശവ്വാലമ്പലി പിറന്നതിന് ശേഷം നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് ആ കയറുകൾ ആ ബലത്തെ കുറക്കുന്ന രൂപത്തിൽ പിന്നിലേക്ക് ഇഴപിരിച്ച് വേർതിരിച്ചുകൊണ്ട് പഴയ രൂപത്തിലേക്ക് നാരുകളാക്കി അതിനെ മാറ്റാൻ പാടില്ല. അങ്ങനെ നിങ്ങളാകരുതേ എന്ന് ഖുർആനിന്റെ അധ്യാപനമാണ്. പ്രിയപ്പെട്ടവരെ, നാരായണത്വ ഭ്രാന്തന്റെ കഥ പറയുന്നത് പോലെ പാറക്കല്ലുകൾ താങ്ങി മലമുകളിലേക്ക് എത്തിച്ച് ഉരുട്ടി താഴേക്ക് വിട്ട് അത് കണ്ടാസ്വദിച്ച് ചിരിക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ വിശ്വാസികളെ നിങ്ങളാകരുതേ എന്നു സാരം. അതാണ് റമദാനിന്റെ ചൈതന്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. റമദാൻ കൊണ്ട് നമ്മൾ നേടിയത് മുഴുവൻ അള്ളാഹു സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മുടെ ദാനധർമ്മത്തെ സ്വീകരിക്കണ്ടേ? നമ്മുടെ അമലുകളെ സ്വീകരിക്കണ്ടേ? ഞാൻ സലാം പറഞ്ഞതിനെ പോലും സ്വീകരിക്കണ്ടേ? എന്റെ ജമാഅത്തുകളെ കാലിൽ നീര് വന്നിട്ട് പോലും ഞാൻ നിർവഹിച്ച എന്റെ തറാവീഹിനെ സ്വീകരിക്കണ്ടേ? വേണം. ആത്മാർത്ഥമായി ഇരിക്കണം. ഈ അവസാനത്തെ സമയങ്ങളിൽ അതിന് സമയം കണ്ടെത്തണം. ഇരിക്കുക, റബ്ബിനോട് തേടുക, കൊഞ്ചിയും കെഞ്ചിയും അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ എന്റെ കർമ്മത്തെ നീ സ്വീകരിക്കണമേ എന്ന ഉള്ളിൽ നിന്നുള്ള ദുആ ഉണ്ടാകണം എന്നുള്ളതാണ്. നോമ്പുകാരന് അവസാന ദിവസങ്ങളിൽ ചെയ്യാനുള്ള മറ്റൊരു പവിത്രമായ കർമ്മമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പഠിപ്പിച്ചത്, ദീനിന്റെ ഭാഗമാക്കി ഉണർത്തിയത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കീഴിലുള്ള ഹുറിന്, നിങ്ങൾക്ക് കീഴിലെ സ്വതന്ത്രനും അടിമക്കും ആ ദിവസം പെരുന്നാളിന് തൊട്ട് മുമ്പ് ജനിച്ച കുഞ്ഞിന് പോലും നിങ്ങൾ ഫിത്ർ സക്കാത്ത് നിർവഹിക്കണം, കൊടുക്കണമെന്നാണ്. ആ നാട്ടിലെ ഭക്ഷ്യവിഭവമായ ഒന്ന്, നാട്ടിൽ തന്നെ കൊടുക്കണമെന്നില്ല, ആ ഭക്ഷ്യവിഭവമായ ഒന്ന് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു എമൗണ്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവരുമായി നിങ്ങൾ ആ ബാധ്യത പൂർത്തിയാക്കണമെന്നാണ്. സാധുക്കളായ ആളുകൾക്ക് അത് കൊടുക്കുകയും അത് തിരിച്ചു വാങ്ങുകയും ചെയ്യാം. അത് ആവശ്യമില്ല എങ്കിൽ അത് തിരിച്ചു വാങ്ങണം എന്നില്ല, അത് നിങ്ങൾ കൊടുത്തു വീട്ടണം. അല്ലെ, അത് നമ്മുടെ നോമ്പുകളിൽ വന്ന എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരമാണ് ഫിത്ർ സക്കാത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഫറള സക്കാത്തുൽ ഫിത്ർ മിൻ റമദാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമായ ഓരോ ദേഹത്തിനും, ഒരു കുടുംബത്തിനൊന്നല്ല, ഓരോ ദേഹത്തിനും അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വഅമറ ബിഹാ അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാ. ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേയായി അത് നിർവഹിക്കണമെന്നാണ്. അപ്പോഴാണ് അത് ഫിത്ർ സക്കാത്ത് ആവുകയുള്ളൂ. അതല്ല അതിനുശേഷം കൊടുക്കുന്ന പിന്നെ കേവലം ഒരു സ്വതക്കയുടെ പ്രാധാന്യം അതിനുള്ളൂ, ഫിത്ർ സക്കാത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടൂല എന്നാണ്. അപ്പൊ ഇതൊരു ഫറലായിട്ട് പഠിപ്പിച്ച സംഗതിയാണ്. ഓരോ ദേഹവും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആ വിഷയത്തിൽ കൂടെ നമ്മളുടെ ശ്രദ്ധയുണ്ടാകണം എന്നാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തൊക്കെയാണോ റമദാൻ കൊണ്ട് നാം നേടേണ്ടത് അതെല്ലാം നേടിക്കൊണ്ടായിരിക്കണം ഈ 2025 റമദാൻ നമ്മൾ നിന്ന് ഇവിടെ പറയേണ്ടത്. അത് പോകുമ്പോ നല്ല റാഹത്തുണ്ടായിരിക്കണം, വല്ലാത്ത പ്രീതിയും എന്താ പറയാ, വല്ലാത്ത സന്തോഷവും, അല്ലേ, ആശയുണ്ടായിരിക്കണം. പടച്ചോനെ, ഞാൻ ഉദ്ദേശിച്ച പോലെ ഏറെക്കുറെ എനിക്ക് സമ്പാദിക്കുവാൻ, നന്മകൾ സമ്പാദിക്കുവാൻ ഈ റമദാൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വല്ലാത്ത സന്തോഷം ഉണ്ടാകണം. ഈ റമദാൻ കഴിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള സങ്കടവും വിശ്വാസിക്കുണ്ടാകണം എന്നുള്ളതാണ്. ഈദിന്റെ സന്തോഷവും വിശ്വാസികൾക്കുണ്ടാകണം. ആ രൂപത്തിൽ നമ്മൾ നേടേണ്ടതൊക്കെ നേടി ഈ റമദാനിനെ യാത്രയാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് ഹലാലാക്കി നൽകിയ 2 ആഘോഷങ്ങളിൽ ഒന്നാമത്തേതാണ് ഈദുൽ ഫിത്ർ, നമ്മുടെ പെരുന്നാൾ നമസ്കാരം.
ചുള്ളക്കാട് സംയുക്ത ഈദ്ഗാഹ് ചുള്ളക്കാട് LP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും, സംയുക്ത ഈദ്ഗാഹിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. രാവിലെ 7:15 എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് കുറെ സുന്നത്തുകൾ നമുക്കറിയാലോ. അപ്പോ ഈദുൽ ഫിത്റിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരുന്നു ഈദ്ഗാഹിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു. വ്യത്യസ്ത വഴികൾ പോകാനും വരാനും തെരഞ്ഞെടുക്കാറുണ്ട്. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ കുറെ ആളുകളെ കാണാനും പരിചയം പുതുക്കാനും സംസാരിക്കാനും ഈദ് സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഒക്കെയാണ്. അപ്പോ പറ്റുമെങ്കിൽ അല്ലെ കുറെ ആളുകളെ നമ്മുടെ അയൽപക്കങ്ങളിലെങ്കിലും ഒക്കെ ഒരു വിസിറ്റ്, നമ്മുടെ അടുത്ത വീടുകളിലേക്ക് പോലും നമ്മൾ പോയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് എത്രയായി എന്ന് ചോദിച്ചാൽ കുറെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒരു മധുര പലഹാരമൊക്കെ വിതരണം ചെയ്യാൻ, തിരിച്ചത് ഇങ്ങോട്ടും അല്ലെ അതൊക്കെ സ്വീകരിക്കാനൊക്കെ. അപ്പൊ ഈദ് പരമാവധി ഈദാക്കാൻ, ആഘോഷ സുദിനമാക്കാൻ പറ്റണം. ഹലാലായ എല്ലാ ആഘോഷങ്ങളും നമുക്ക് പറ്റും. നമ്മുടെ ഈദ് മാത്രം ഒരു ഡ്രൈ ആകാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലും അയൽപക്കത്തൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ മത്സരങ്ങളൊക്കെ നടത്താം. ആരാ നടത്തേണ്ടത്? നമ്മളാ നടത്തേണ്ടത്. നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് പോലെ അല്ലെങ്കിൽ യുവാക്കളെ പോലെ സംഘടനകളൊക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. എന്നാൽ നമ്മളതിനൊന്നും നടത്തൂല്ല. ചില മറ്റു അല്ലെ ഇതര വിഭാഗങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് എല്ലാം നടത്താൻ മുമ്പിൽ നിൽക്കുന്നവരും നമ്മളായിരിക്കും. അപ്പൊ ഈദിനെ ഈദാക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള ആക്ടിവിറ്റികൾ, മധുര പലഹാര വിതരണം, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മുൻകൈയെടുത്താൽ നമുക്കും ഈദിനെ നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ രസമുള്ള ഒരു ദിവസമാക്കിയിട്ട് മാറ്റാൻ പറ്റും. അതല്ല പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ഈദ് അങ്ങനെ അവസാനിക്കുകയും ചെയ്യും. അപ്പൊ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഈദ് ആഘോഷിക്കാനാ പറഞ്ഞത്. നമ്മുടെ ആഘോഷ സുദിനം പോലും ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. അത് തുടങ്ങുന്നത് പോലും ആരാധനയിലാണല്ലോ. അപ്പൊ റബ്ബിനെ മറന്നുകൊണ്ട് ഒരു ആഘോഷം പോലും നമ്മളെ പഠിപ്പിക്കണില്ല എന്നർത്ഥം. റബ്ബിനെ മറന്നുകൊണ്ട് ഒരു ആഘോഷ ദിനം പോലും ഇല്ല. തക്ബീറുകൾ മുഴക്കണം. നമ്മളെ മക്കളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ അല്ലെ ഈദ് മുസല്ലിൽ നിന്ന് പിരിയുന്നത് വരെ തക്ബീറുകൾ മുഴക്കാൻ കഴിയണം. കുളിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം. പുതിയ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും അതൊക്കെ ഇപ്പൊ കുട്ടികൾക്കല്ലേ. അല്ല, എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുക. ഇനി പുതിയത് വാങ്ങാൻ സമ്പത്ത് ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ പുതിയ വസ്ത്രം തന്നെ ധരിക്കുക. കുട്ടികൾക്കും വാപ്പാർക്കും വല്യപ്പാരും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഈദ്. അപ്പോ ആ രൂപത്തിൽ ഈദിനെ കാണാൻ നമുക്ക് കഴിയണം. സുഗന്ധം പൂശുക അല്ലെ. അപ്പൊ ഒരു ആഘോഷത്തിന്റെ എല്ലാ ഒരു സമയങ്ങളും നമുക്കുണ്ടാകാം അല്ലെ. ലൈറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇടേണ്ടത് അന്നാണ്. ഈദിന്റെ തലേന്നും ഈദിനൊക്കെയാണ് നമുക്ക് അലങ്കരിക്കാന്നുണ്ടെങ്കിൽ അല്ലെ, മിന്നണ ലൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടേണ്ടത് അന്നാണ്. നമ്മൾ എന്നാണല്ലോ ആലോചിച്ച് നോക്കി, ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ദിവസം മിന്നണ ലൈറ്റ് പോയി തരികയാണ്. എന്നാ പെരുന്നാൾക്കോ ഒരു മിന്നണ ലൈറ്റ് എവിടെയില്ല, പള്ളിയിലുമില്ല പേരയിലുമില്ല. ഇടണം എന്നല്ല പറയുന്നത്, ഇടുകയാണെങ്കിൽ ഇടേണ്ട ദിവസം അന്നാണ്. നമ്മളെ പെരുന്നാൾ അന്നാണ്. അപ്പൊ അന്നല്ലേ ഇത് ഇടേണ്ടത്. അതല്ലാത്ത ആഘോഷങ്ങൾക്ക് നമ്മൾ ലൈറ്റ് എത്തിക്കാനും പന്തൽ പണിക്കും പോവല്ല. ആ ദിവസത്തെ ഈദാക്കാൻ പറ്റുമെങ്കിൽ അന്നാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പോലെയല്ല ഇനി അടുത്തയാഴ്ച നമ്മൾ ഉണ്ടാവുക. ഒന്നുകിൽ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ ജുമ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനോ പുറപ്പെടുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരു അവസാനത്തെ വെള്ളിയാണ് ഇന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കളക്ഷൻ എടുക്കുന്നത് നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. ഇഫ്താർ സംഗമത്തിൽ ഞാൻ ഈ വിഷയം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പള്ളിയുടെ പല ഭാഗങ്ങളിലും അല്ലെ കുറെ വർക്കുകൾ നടക്കാനുണ്ട്. നമ്മുടെ വീട്ടിലൊരു പണിയുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഏതായാലും ഒരു മെയിൻ ഡോർ ഇങ്ങനെ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതിനെ വളരെ പെട്ടെന്ന് സ്ഥാപിക്കാൻ നമ്മൾ നോക്കും. നമ്മുടെ വീട്ടിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കൂല, കാരണം അത് വളരെ പെട്ടെന്ന് ക്ലിയർ ആക്കാൻ നമ്മൾ നോക്കും. അപ്പൊ അള്ളാഹുവിന്റെ വീട് എന്നുള്ള നിലയ്ക്ക് അതിനെ പരിഗണിക്കേണ്ടതും അവിടത്തേത് പരിഹരിക്കേണ്ടതും നമ്മളാണ്. അപ്പൊ ഒന്ന് രണ്ട് രൂപത്തിൽ നമുക്ക് ഇതിനെ സഹായിക്കാം. ഒന്ന്, നമ്മളാൽ കഴിയുന്നതിന്റെ ഒരു മാക്സിമം എമൗണ്ട് ഇന്ന് അല്ലെ, ഇടുന്നത് ബക്കറ്റാണോ പെട്ടിയാണോ നോക്കണ്ട, നമ്മൾ കൊടുക്കുന്നതിന് ഏറ്റവും മൂല്യമുള്ള ഒരു സംഗതി നമ്മൾ അതിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഭാരവാഹികളെ ഏൽപ്പിക്കുക, സ്കാനർ ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം.
അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 2-3 മാസത്തിൽ 4 മാസത്തിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന പള്ളിക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭാവന ഇത്ര ദിവസം കൊണ്ടോ ഇത്ര മാസം കൊണ്ടോ ഞാൻ ഇവിടെ തന്നേൽപ്പിക്കാം എന്നുള്ളത്. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും സംഭവിക്കണം, അതൊക്കെ അള്ളാഹിന്റെ അടുത്തുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ നിയ്യത്ത് നമുക്കിപ്പോ പറയാലോ, ഇതാണ് എന്റെ ആഗ്രഹം, അത് ഞാൻ ഇത്ര ദിവസം കൊണ്ട് തന്നേൽപ്പിക്കാം, അതിന്റെ ആദ്യ ഗഡു ഇതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം, അല്ല ഇത്ര ദിവസം ഞാൻ ഇത്ര തരാം എന്നുള്ള ഓഫറുകൾ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പൊ പേരും കാര്യങ്ങളും നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള സംഗതികളും ഭാരവാഹികൾ ചെയ്തോളൂ. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന് കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ. എങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ, പള്ളികളാണ് അത് നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? അത് നിർവഹിക്കേണ്ടതും നമ്മളാണ്, ഇതിനെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും നമ്മളാണ്. ആ ബോധ്യത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിന്, ഈ പള്ളിയെയും നമ്മൾ സഹായിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കളക്ഷൻ ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ നൽകണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ ഫലസ്തീൻ മക്കളെ, അല്ലേ, അവിടുത്തെ ആളുകളെ മറക്കാൻ പാടില്ല. നമ്മൾ പെരുന്നാളിന് ഇങ്ങനെ ചുവന്ന നിറത്തിൽ മൈലാഞ്ചികൾ നമ്മുടെ മക്കൾ കയ്യിലണിയുമ്പോ അവരുടെ കൈകളിലും ചുവപ്പുണ്ട്. അത് മൈലാഞ്ചിയുടെ ചുവപ്പല്ല, അത് രക്തക്കറകളുടെ ചുവപ്പാണ്. നമ്മൾ ബിരിയാണി വെക്കും പോലെ നല്ല മാംസഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വരും. ഓരോ നോമ്പ് തുറക്കും വീടുകളിലേക്ക് എത്തുമ്പോ നല്ല ഗന്ധമാണ്. ഒരു ബൈക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഊടുവഴികളിലൂടെ പോയാൽ ഓരോ വീട്ടിലെയും കുക്ക് ചെയ്യുന്നതിന്റെ മാംസഗന്ധം മൂക്കിലേക്ക് രൂക്ഷമായി അടിച്ചു കയറും. അവിടെയുമുണ്ട് മാംസഗന്ധം, അത് കത്തിക്കരിഞ്ഞ മക്കളുടെ മാംസഗന്ധമാണ്. നമ്മൾ പെരുന്നാളിന് പുതിയ വസ്ത്രം വാങ്ങാൻ നിൽക്കുമ്പോ അവിടുത്തെ കുറെ ആളുകൾ കഫൻ പുടവ വാങ്ങാനുള്ള ക്യൂകളിലാണ്. വളരെ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ഒരു കരാറിനെ പോലും അസ്ഥാനത്താക്കുന്ന, ഇല്ലാതാക്കുന്ന, ലംഘിക്കുന്ന കിരാതമായ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഉയരണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. പടച്ചോനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരെ നശിപ്പിക്കുന്ന, അതിലൂടെ ദീനിനെ തകർക്കുന്ന കിരാത ഭരണ നേതൃത്വങ്ങളെ നീ തകർക്കണമേ റബ്ബേ. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരിൽ ലോകത്ത് പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകൾ, അവരുടെ പ്രയാസങ്ങൾക്ക് നീ എത്രയും പെട്ടെന്ന് മോചനം, പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ രോഗം കൊണ്ടും മറ്റും ഒക്കെ കഷ്ടപ്പെടുന്ന ഒട്ടേറെ ആളുകൾ, കുറെ ആളുകൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റമദാനിൽ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ, കിടപ്പിലായ ഒട്ടേറെ ആളുകൾ, ക്യാൻസർ രോഗികളായി, റേഡിയേഷനൊക്കെ, ഈ റമദാനിൽ റേഡിയേഷൻ തുടങ്ങിയ ഒട്ടേറെ ആളുകൾ, നമുക്ക് പരിചയത്തിൽ പോലുള്ള എത്രയോ ആളുകൾ. അള്ളാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നീ പരിപൂർണ ശമനം, മോചനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെ, കുടുംബക്കാരെ, ഞങ്ങളുടെ ബന്ധങ്ങളെ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. അള്ളാഹുവേ, രോഗികൾ, ഒരുപാട് ആളുകൾ, അതിന്റെ പ്രയാസം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നീ അവർക്ക് വേണ്ട രൂപത്തിലുള്ള മോചനം, സഹായങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, പാപികളാണ് ഞങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. പാപങ്ങളാണ് റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. ഈ റമദാനിൽ ഞങ്ങൾ നേടിയ, ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽപ്രവർത്തനങ്ങളും നീ കനമുള്ള അമലുകളായി അതിനെ കാണുകയും സ്വീകരിക്കുകയും, പോരായ്മകൾ, ന്യൂനതകൾ, കുറവുകൾ അത് പരിഹരിക്കുകയും പുറത്തു തരികയും, ഞങ്ങളറിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനത്തിന് അനുമതി ലഭിച്ച് വിളിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين 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 وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.